വളരെ എളുപ്പത്തിൽ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ ചെമ്മീൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു ചോറിലേക്ക് നന്നായിട്ട് ഫ്ലേവറൊക്കെ കിട്ടുന്ന ഒരു രീതിയിലുള്ള ബിരിയാണിയാണിത്. ഒരു 6 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവിലാണ് കേട്ടോ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 125 ml ആണ് കേട്ടോ 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ ഉള്ളി ഇങ്ങനെ കിടക്കണം കേട്ടോ, എന്നാലുള്ളത് നന്നായിട്ട് പൊരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഈ ഒരു കളറായി വന്നാൽ മതി കേട്ടോ, ഇതിൽ കൂടുതലാവണ്ട, കരിഞ്ഞു പോകരുത്. ഇനി ഇതേ ഓയിലിലേക്ക് നമുക്കിത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാനാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് പാത്രം ഏതാണോ അതെടുത്താലും മതി നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉള്ളി പൊരിച്ചിട്ടുള്ള ഒരു ഓയിലിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പുവും 1 ഏലക്കായയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 8-10 വെളുത്തുള്ളി അലിയും, വെളുത്തുള്ളി അലിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മതി. പിന്നെ 2 പച്ചമുളകും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്തിട്ടുള്ളതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി വലുതാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് നമ്മുടെ ബിരിയാണി മസാലകളൊക്കെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ജാതിക്ക, ജാതിപത്രി, സാജീരകം അങ്ങനെ ഉള്ള എല്ലാ മസാലകളും കൂടെ പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനും ബീഫും ഒന്നും വെക്കുന്ന അത്ര ഈ ഒരു ചെമ്മീനിലേക്ക് മസാലകൾ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ്റെ ഫ്ലേവർ ചോറിലേക്ക് അത്രത്തോളം കിട്ടില്ല, മസാലയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇത്രമാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു അളവിലേക്ക്. ഇനി ഒരു 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും 1/4 കപ്പ് പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ഒരല്പം ഒരു 1/4 കപ്പൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് തൈരും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീൻ 1/2 കിലോഗ്രാം ചെമ്മീനാണ് കേട്ടോ. ഇത് വൃത്തിയാക്കി എടുത്തതിന് ശേഷമുള്ള അളവാണ് 1/2 കിലോഗ്രാം. ആ ഒരു 1/2 കിലോഗ്രാം ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്ന സമയത്ത് ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അത് ഇത്രയുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉള്ളി പൊരിക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ഉള്ളി പൊരിച്ചിട്ടുള്ള ഓയിലിൽ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായും, ഏലക്കായ ചെറുതാണ് കേട്ടോ. അപ്പോൾ നല്ല വലിയ ഏലക്കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. അതുപോലെ ഒരു 2-3 ഗ്രാമ്പും ചെറിയ കഷ്ണം പട്ടയും തക്കോലത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ള വലുതായതുകൊണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്കൊരു 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് അളവാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരിയാണ്. അപ്പോൾ നമ്മൾ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള 3 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ ബിരിയാണിയിലേക്ക് കൈമ റൈസാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട്
മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 90% വെന്ത് വന്നാൽ മതി. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ അല്പം മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. മുകളിൽ ഞാനൊരു വെയിറ്റും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താലും നന്നായിട്ട് ആവി ഉള്ളിൽ നിൽക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ആവിയേറ്റ് എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മസാലയും ചോറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്